ഹായ് ഫ്രണ്ട്സ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിനുള്ളിലെ കാഴ്ച നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ പലതും നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ഡിഷുകളും കഴിക്കാത്ത ഡിഷുകളുമൊക്കെ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശുഭദിനം, ശുഭവർഷം. ഇന്ന് ഞങ്ങൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. ഇനി അവിടുന്ന് ഏതൊക്കെയോ കുറച്ച് സ്പോട്ടും കൂടെ ഉണ്ട് പോകാൻ. എന്നിട്ട് നേരെ ഞങ്ങൾ എയർപോർട്ടിനടുത്തുള്ളൊരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം അടുത്താണെങ്കിൽ പെട്ടെന്ന് പോകാമല്ലോ എയർപോർട്ടിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി നേരത്തെയൊക്കെ എഴുന്നേൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ട്രിപ്പിൻ്റെ. എല്ലാവരും വീഡിയോസ് എല്ലാം കണ്ട് കമൻറ്റും ലൈക്കും ഒക്കെ തന്നതിന് വളരെ സന്തോഷം. ഇനിയും മുൻപോട്ടും ഇതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെന്താണ്, ഭയങ്കര സന്തോഷമായി. 7 ദിവസം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയി. അപ്പം നാളെ 8:30 ആകുമ്പോഴത്തേക്കിനും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ബൈ. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് യമുന എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ടഡ്. ഇന്ന് നല്ല കാലാവസ്ഥയാണെന്നാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് ഭയങ്കര തണുപ്പായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നി. മുഴുവൻ JP ഗ്രൂപ്പിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് പറഞ്ഞത്. റോഡിൻ്റെ ഇരുവശവും മഞ്ഞപ്പട്ട് വിരിച്ചതുപോലെ കടുക് പാടങ്ങളാണ്. വളരെ മനോഹരമാണ്. ഇതിൽ അത്ര അത് ഭംഗി കാണുന്നുണ്ടോയെന്നറിയില്ല. ഇരുവശവും നിറയെ വിശാലമായ കടുക് പാടങ്ങളാണ്. വെയിൽ ഉദിച്ചതുകൊണ്ട് തണുപ്പിനൊപ്പം നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട്. നല്ല സുഖമുള്ള കാലാവസ്ഥ. ഇതൊക്കെ പൊട്ടറ്റോ പാടങ്ങളാണ്. പൊട്ടറ്റോ കൃഷി എനിക്ക് യമുന റിവറാണ്. ആഗ്ര റോഡിലോട്ട് തിരിഞ്ഞിരിക്കുവാണ്. ഭയങ്കര പൊടിയാണ്. മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അന്തരീക്ഷം മുഴുവൻ പൊടിയാണ്. ഇവിടുന്ന് ഇലക്ട്രിക് വണ്ടിയിലാണ് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ട് താജ്മഹൽ കാണാനായിട്ടുള്ള യാത്രയാണിത്. ന്യൂ ഇയർ ആയ കാരണം നല്ല തിരക്കാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞു. ഗൈഡുണ്ട്. This is the west gate of Taj Mahal. We came in the west gate. Opposite side of another gate like this, that is the east gate. This is the south gate and this is the north gate. So when the king built Taj Mahal, he built 4 gates from all 4 different sides, because the king wanted the people come to see Taj Mahal any direction, entry inside. So all the gate in use, people coming all the direction. Now this is the main gate of Taj Mahal, and the Taj Mahal white building inside, and 11 other side. That become 11 plus 11, 22 tower.
They took 22 years to build the Taj Mahal. 1 year, 1 tower. Now Taj Mahal. ഇതാണ് main gate. This is the main gate. Is a 30 meter high, 50 meter wide. Around the big arch, the black and white letter going parallel. These letters are from Holy Book Quran. Quran is a Muslim holy book. So the king who built Taj Mahal, he was Muslim. These are verses from Quran in Arabic language, and all the letter from bottom to top, they look same size, but they are not. As the letter go up, the size getting bigger, bigger, bigger. So top letters are twice as much bigger than the bottom one. So they look same size, but they are not. There are two different kind of stone used in Taj Mahal. One is a red color stone, is called red sandstone. One city named Dholpur, which is 2 hours far from Agra, where we have mines of the red stone. And another stone is a white marble. It comes from Rajasthan. ആഹാ, അങ്ങനെ ആദ്യത്തെ കാഴ്ച ഒന്നും പറയാനില്ല. And the reason why Taj Mahal built here, because this city was the capital of India in 16th and 17th century. So 400 years before, Delhi was not the capital, Agra capital. And 400 years before, some king, they live in Agra and they were ruling India from Agra. They were known as a Mughal king. So Mughal king, we all read about this in school, Akbar, Birbal, Jahangir, Shah Jahan. So they are the Mughal king. They came here in India and they ruled India for 200 years. And the first Mughal king who came here from Afghanistan, his name Babur. Okay. Babur attacked on India with his very big army in the year 1526. And that time Indian king named Sultan Ibrahim Lodi. So when Babur attacked, the Indian king and Lodi had a big war, a place called Panipat. So we all study about the battle of Panipat. Okay. So fought between the Mughal king Babur and the Indian king Lodi. So both the king had a war, big war. They say the thousands of soldiers died, but the Mughal king killed Indian king Lodi and he started ruling India. So in the year 1526, Mughal came here in India, and then they ruled India for 200 years. And total 6 Mughal king ruled. The first number 1 Babur, second Humayun, third Akbar, fourth king named Jahangir, fifth king Shah Jahan, and sixth king Aurangzeb. So there are 6 Mughal king ruled. Out of 6, the king who built Taj Mahal, he was number 5. His name Shah Jahan. So Shah Jahan built Taj Mahal in this city in 17th century. Now Taj means crown. Oh. Mahal palace, meaning crown. The meaning crown palace. Now, King Shah Jahan, he had one very beautiful wife. Her name Anjuman Banu, but the king called her Mumtaz. Mumtaz means excellent. So the king married to Mumtaz in the year 1612 when she was 19 and the king was 21-year-old. After the marriage, the king and queen, they both are living very happy life together, and God blessed them with 6 children. They had 4 sons and 2 daughters. So both of them, they have 6 children. So after the marriage, king, queen living happy life with the family, children, and God blessed them with all the happiness. Very, very happy life they were living. But once the king, he went for the war. One city in India named Burhanpur, which is in Madhya Pradesh. So king went there with his army, fight with one king there. Like one king named Sikandar Lodi, he revolted. So he went there to fight with that king, Lodi king, and in Behranpur city. So and Mumtaz, his wife, she was also with him in the war. But that time she was pregnant, almost 7 months pregnant. So she was taking rest in the war camp. King have to fight for 5-6 days in the war. Daytime the king go and fight, and evening time he come back in the camp and spend time with his pregnant wife. So one midday, that was the 3rd day of a war, midday time king, when the king was busy in the war, busy fighting there, suddenly queen, she was pregnant, so suddenly very bad labor pain started there, and there she gave birth to a daughter. No hospital, no doctor, no medicine, no proper medical aid provide for her. This is the reason why baby and Mumtaz both die. So Queen Mumtaz, she died in Burhanpur city while giving birth to a child. She died on the day of 17th of June in the year 1631. After the death of Mumtaz, Shah Jahan, he buried her there, he made her grave there, and he came back here in Agra. In his royal palace in Agra fort, he closed himself in one dark room. The king became very, very sad. He was not eating properly, not drinking, not working. All the time he locked himself and he remembered her and he cried because he was missing his wife. 4 months he locked himself in one dark room. After 4 months, when the king came out from the room, then the king decided
to build a wife tomb, and he wants to build one guest building here in the memory of his beloved wife. So this was the last thing he wrote in here. Last thing the king wants to do before he die, he wants to build the wife tomb. So अपना wife की याद में वो सबसे सुंदर एक building बनाना चाहता था. So the king wants to. After that he invite all the famous architects. Then two architects who work for Taj Mahal. One is from Turkey, named Ustad Isa Khan Afghandi. Another one from Lahore, named Ustad Ahmad Shah Lahori. Then the construction of Taj Mahal started in the year 1631. 20,000 workers worked for Taj Mahal, and they took 22 years to complete it. So the construction started in 1631, completed in 1653, 22 years with the help of 20,000 workers. Now the total height of Taj Mahal 74 meter high, which is 230 feet. Top of Taj Mahal there is a bronze pinnacle. The height is 8 meter. Originally, the original one was made out with gold, but all the gold and precious things from Taj Mahal and everything from his palace took out, replaced and stolen by the British people. The people from England, they came and they ruled India, and before they leave, go back to England, they stolen all the precious things from Taj Mahal and here. All in the British Museum. If you go to Tower of London, you see all the jewelry of this king and queen there. Albert Victoria Museum, Lord Curzon Museum, Buckingham Garden Gallery Museum, British Museum are filled with Indian precious and priceless things. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. യമുനയുടെ തീരത്ത്